ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു ഗണിതമന്ദിരം ചാനൽ. നമുക്കറിയാം ആൾജിബ്ര ബീജഗണിതം എന്ന പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പേജ് നമ്പർ 171 ഒന്നാമത്തെ പ്രവർത്തനങ്ങളും അതിലുള്ള ചോദ്യങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ പ്രവർത്തനം, അതിനകത്ത് കുറച്ച് സബ് ക്വസ്റ്റ്യൻസും ഉണ്ട്. അത് നമ്മൾ ഈ വീഡിയോയിലൂടെ നമുക്ക് പഠിക്കാം. നമുക്ക് സമയം കളയേണ്ട, കാരണം പരീക്ഷ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് പ്രവർത്തനങ്ങൾ എന്താണെന്ന് നോക്കാം. നമ്മൾ ഇതിനു മുമ്പ് സംഖ്യാഗോപുരം ചെയ്തു. അത് ഒരേ അകലത്തിൽ വേണം എന്നൊക്കെ പറഞ്ഞു. എന്നാൽ ഇനി ചെയ്യാൻ പോകുന്നത് ഒരേ അകലത്തിലൊന്നും വേണ്ട, ഏത് സംഖ്യയിൽ നിന്നും തുടങ്ങാം. പക്ഷേ അതിന് ചില പ്രത്യേകതകളുണ്ട് കേട്ടോ. ഏതായാലും നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഒരു ചോദ്യം നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. ഇവിടെ 10 നിന്നാണ് തുടങ്ങുന്നത്. അപ്പം ഇതിൻ്റെ ലാസ്റ്റ് വരിയും 10 തന്നെയാണ്. പിന്നെ ഇവിടെ എടുത്തിരിക്കുന്ന 1 അപ്പം ഇവിടെ എന്താണ് വന്നതെന്ന് നിങ്ങളൊന്ന് മനസ്സിൽ കണ്ടുവച്ചോളൂ കേട്ടോ. ഇനി കുഴപ്പമില്ല, ഇത് രണ്ടും കൂടെ കൂട്ടി, ഇത് രണ്ടും കൂടെ കൂട്ടി, ഇത് രണ്ടും കൂടെ കൂട്ടി, ഇങ്ങനെ കൂട്ടിയപ്പം നമ്മൾ മുകളിൽ 50 കിട്ടി. താഴത്തെ ആ പടിയിലുള്ള ഏതെങ്കിലും സംഖ്യകളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നോക്കുക. ഇനി നമുക്ക് അടുത്ത ഗോപുരം ഇവിടെ തന്നിട്ടുണ്ട്. ആ ഗോപുരം നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് ഇതുപോലെ ഈ ഗോപുരത്തിലെ ഒഴിഞ്ഞ കളങ്ങളിലെ സംഖ്യകൾ കണക്കാക്കി നോക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇവിടെ തന്നിരിക്കുന്നത്, ഇവിടെ 10 തന്നിട്ടുണ്ട്, 2 തന്നിട്ടുണ്ട്, ഇവിടെ ഒരു 10 തന്നിട്ടുണ്ട്, പിന്നെ തന്നിരിക്കുന്നത് നടുക്ക് ഒരു 10 തന്നിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒഴിഞ്ഞ കോളങ്ങളൊക്കെ നമ്മളൊന്ന് പൂരിപ്പിക്കണം. നിങ്ങൾക്ക് വല്ലതും പിടി കിട്ടിയോ? ഇവിടെ 2 തന്നിരിക്കുന്നത്, ഇവിടെ എന്താ തന്നിരിക്കുന്നത്? 1. അപ്പം ഇവിടെ 10, അത് ഇവിടെ 10 തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഈ കോളത്തിൽ എന്ത് വരും? 10 നിന്ന് 2 കുറച്ചാൽ മതി. അപ്പം ഇവിടെ എന്താ വരിക? 8 വരുന്നത്. ഇനി നമുക്ക് വലിയ പ്രശ്നമില്ല. 10 2 12, ഇവിടെ 8 2 10 ഓൾറെഡി തന്നിട്ടുണ്ട്. 10 8 18. ഇനി 12 10 22, 10 18 എത്രയാണ്? 28. മുകളിൽ നോക്കൂ, 28 2 30, 20 50. ഈ പിന്നെ സംഖ്യാഗോപുരത്തിലും 50 കിട്ടിയത്, ഇതിലും 50 കിട്ടിയത്. ഇപ്പം കൂട്ടുകാർക്ക് ഒരു കൗതുകം കൂടിയിട്ടുണ്ട് അല്ലേ? ഒരെണ്ണം കൂടെ നമുക്കൊന്ന് നോക്കിയാലോ? ഞാൻ ഇവിടെ മറ്റൊരു എക്സാമ്പിൾ ഞാൻ എഴുതാം. ഇവിടെ ഞാൻ കൊടുക്കുന്നത്, ഇവിടെ 10 കൊടുത്തു, 10 കൊടുത്തു, ഇവിടെ 3 കൊടുത്തത്. ഇനി കൂട്ടുകാർ മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കിക്കോളൂ, എന്താണ് വരിക എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഓക്കെ, ഇവിടെ 3 കൊടുത്തു കഴിഞ്ഞപ്പം 10 നിന്ന് 3 കുറയ്ക്കണം അല്ലേ? 10 നിന്ന് 3 കുറച്ചാൽ ഇവിടെ എത്രയാണ് കിട്ടുക? 7 കിട്ടുക. ഇനി 10 3 13, 7 3 10, ഇനിയോ 10 7 17. ഇനി 13 10 23, 10 17 എത്രയാണ് കിട്ടുക? 27. 27 3 30, 20 എത്രയാണ് കിട്ടുക? 50. ഇനി നിങ്ങളിവിടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഈ കോളത്തിൽ ഇവിടെ 10, ഇവിടെ 10, ഇവിടെയും 10 അല്ലേ? അതേപോലെ തന്നെ നമ്മളിവിടെ എഴുതിയപ്പോൾ ഇവിടെയും 10, ഇവിടെ 10, ഇവിടെ 10 അല്ലേ? നോക്കുക, ഇവിടെ 10, ഇവിടെ 10, ഇവിടെ 10. നിങ്ങൾ മനസ്സിൽ വെച്ചു. ഇനി ഇതിലെ മുകളിലുള്ള സംഖ്യയുമായിട്ട് എന്താണ് ബന്ധം? 10ന്റെ 5 മടങ്ങാണ് 50. അപ്പം നോക്കൂ, ഈ 10ന്റെ 5 മടങ്ങാണ് 50. നടുക്ക് വരുമ്പോൾ അത് തന്നെയാണ് ഇവിടെയും വരുന്നത് അല്ലേ? എല്ലാത്തിലും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ ഏത് സംഖ്യയാണോ എഴുതുന്നത് അത് ഇതിൽ നിന്ന് മൈനസ് ചെയ്തിട്ട് വേണം ഇവിടെ എഴുതാൻ. അപ്പം ഇങ്ങനെയൊക്കെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ആ ബന്ധം ഒന്ന് വിശദീകരിക്കണമല്ലോ. എന്തുകൊണ്ട് ശരിയാകുന്നു അതും നമുക്കൊന്ന് കാണണം. ഇതുപോലെ 10ന്റെ സ്ഥാനത്ത് മറ്റൊരു സംഖ്യ എടുത്ത് നിങ്ങൾ എഴുതി നോക്കുക. പക്ഷെ ഈ പ്രത്യേകത പ്രകാരം നിങ്ങൾ എഴുതണം. അങ്ങനെ എഴുതി നോക്കി നിങ്ങൾ ആ ബന്ധം ശരിയാകുന്നുണ്ടോ നോക്കണം. ഏതായാലും ബീജഗണിതത്തെ നമുക്കൊന്ന് കൂട്ടുപിടിക്കാം. ബീജഗണിതത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇത് എത്രമാത്രം ഈ ബന്ധം ശരിയാകുന്നു എന്ന് നമുക്ക് സമർത്ഥിക്കാം. ഓക്കെ, റെഡി അല്ലേ? ഞാനും റെഡി. നമുക്കൊന്ന് നോക്കാം. രണ്ടാമത്തെ ചോദ്യം ഇവിടെ പറയുന്നത്, ഇതുപോലെയുള്ള ഒരു ഗോപുരത്തിൽ 10 ഒന്നും മാറ്റാതെ താഴത്തെ വരിയിലെ രണ്ടാമത്തെ സംഖ്യ മാത്രം മാറ്റി
നിങ്ങൾ പകരം 1നും 2നും പകരം വേറെ സംഖ്യകൾ എഴുതി തുറന്നുള്ള സംഖ്യകൾ കണക്കാക്കുക. ഏറ്റവും മുകളിലെ സംഖ്യ തന്നെ കിട്ടുന്നുണ്ട്, 50 തന്നെ കിട്ടുന്നുണ്ടോയെന്ന് നമ്മളത് കണ്ടു കഴിഞ്ഞു. ഓക്കെ ആണല്ലോ. ഇനി മൂന്നാമത്തതും നാലാമത്തതും ഞാൻ കണക്ട് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. മൂന്നാമത്തത് പറയുന്നത് ഇതിൻ്റെ കാരണം ബീജഗണിതം ഉപയോഗിച്ച് വിശദീകരിക്കാനാണ്. അത് കഴിഞ്ഞിട്ട് ചുവടെയുള്ള ഗോപുരത്തിൽ ഒഴിഞ്ഞ കളങ്ങളിലെ സംഖ്യകൾ കണക്കാക്കി എഴുതുക. അവിടെ തന്നിട്ടുണ്ട്. നമുക്കിത് രണ്ടും കൂടി ഒന്ന് നോക്കാം. ഇനി ഇവിടെ 10ന് പകരം എക്സ് ആയിട്ട് എടുത്തു. അപ്പം നമുക്കറിയാം ഇവിടെ എക്സ് വന്നു, ഇവിടെ എക്സ് വന്നു, ഇവിടെയും എക്സ് വന്നു. ഇവിടെയുള്ള സംഖ്യ എന്തെടുക്കാം? മറ്റൊരു സംഖ്യയാണല്ലോ. അതുകൊണ്ട് ഇത് y എടുത്തു. അപ്പം ഇവിടെ വരും എക്സ് മൈനസ് വൈ ആണ് വരുന്നത്. ഇനി നോക്കൂ, ഇവിടെ വരും എക്സ് പ്ലസ് വൈ. വൈയും എക്സ് മൈനസ് വൈയും കൂടെ നോക്കിക്കഴിഞ്ഞാൽ വൈ കൂട്ടി വൈ കുറച്ചു, അതുകൊണ്ട് എക്സ് ആയിട്ട് വന്നു. ഇനി ഇവിടെ വരുന്നത് 2x മൈനസ് വൈ ആണ് വരുന്നത്. 2 എക്സും എക്സും 2x മൈനസ് വൈ. ഓക്കെ. ഇനി ഈ എക്സും 2x പ്ലസ് വൈ ആണ് ഇവിടെ വരുന്നത്. ഇവിടെ വരുമ്പോൾ 2xും എക്സും 3x മൈനസ് വൈ. ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ നോക്കൂ, 2xും 3xും 5x വന്നു, പ്ലസ് വൈ മൈനസ് വൈ. വൈ കൂട്ടി വൈ കുറച്ചു, വൈ ക്യാൻസൽഡ്. അപ്പം നമുക്ക് 5x. ഇത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. അത് ഒഴിഞ്ഞ കോളത്തിൽ 2-3 തന്നു, ബാക്കി നിങ്ങൾ പൂരിപ്പിക്കാനാണ്, ഒരു പ്രശ്നവുമില്ല. ഇവിടെ എക്സിൽ നിന്ന് ഈ വൈ അങ്ങോട്ട് കുറയ്ക്കുക. പിന്നെ നമ്മൾ ചെയ്ത പോലെ ഇവിടെ എക്സ് പ്ലസ് വൈ, ഇവിടെ നമുക്ക് വൈ കൂട്ടി വൈ കുറച്ചു, വൈ ക്യാൻസൽഡ്, അപ്പം എക്സ് വന്നു. ഇവിടെ 2x മൈനസ് വൈ ഇവിടെ വന്നു. മനസ്സിലായില്ലേ? ഇനി ഇവിടെ 2x പ്ലസ് വൈ, ഇവിടെയോ 3x മൈനസ് വൈ. 2xും 3xും 5x. ഇവിടെ വൈ കൂട്ടി ഒരു സംഖ്യ കൂട്ടി അതേ സംഖ്യ തന്നെ കുറച്ചു, അപ്പം ഇവിടെ നമുക്ക് 5x. വൈയും പ്ലസ് വൈയും മൈനസ് വൈയും ക്യാൻസൽ. ഓക്കെ ആയില്ലേ? അപ്പം നമ്മൾ ഇന്ന് ചെയ്തത് രണ്ടാമത്തെ പ്രവർത്തനത്തിലെ 4 ചോദ്യങ്ങൾ എടുത്തിട്ടാണ് പരിശോധിച്ചത്. അപ്പോൾ വീഡിയോ ലെങ്ത് കൂടണ്ട, നിങ്ങൾക്കും എളുപ്പമാണ്, പിന്നെ എനിക്കും എളുപ്പമാണ്, എഡിറ്റിങ്ങിനും ഒക്കെ എളുപ്പമാണല്ലോ. അപ്പോൾ ബാക്കി പ്രവർത്തനങ്ങൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഇടാം. കൂട്ടുകാർ ചോദിക്കുന്നുണ്ട്, പെട്ടെന്ന് ഇടുമെന്ന് ചോദിക്കുന്നുണ്ട്. കഴിയുന്നതും വേഗം ഇടാം. നല്ല രസമാണ് ഈ ബീജഗണിതത്തെ കൂട്ടുപിടിച്ചാൽ നമുക്ക് മുന്നോട്ടുള്ള എല്ലാ പഠനങ്ങൾക്കും ഗണിത പഠനത്തിന് വളരെ പ്രയോജനമാണ്. അപ്പം നമുക്കിതിൻ്റെ ബാക്കി പ്രവർത്തനങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. ലവ് യു ഓൾ. ബൈ.